ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആയിട്ടാണ്. ആർക്കും തന്നെ ഒരു കൺഫ്യൂഷനും വേണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. ടോപ്പ് ബോട്ടം എല്ലാം ഒരുമിച്ച് വരുന്നൊരു മെറ്റീരിയലാണ്. അത് നമ്മൾക്ക് എങ്ങനെ ഒട്ടും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് മെറ്റീരിയലിനെ കട്ട് ചെയ്തെടുക്കാം, ടോപ്പ് പോർഷനും സ്ലീവും ബോട്ടും എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ. ടോപ്പിന് വേണ്ടി 2.5 മീറ്ററും അതുപോലെ തന്നെ ലൈനിങ്ങും 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. എല്ലാ മെഷർമെൻറ്റും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ് തുണിയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല തുണിയെ നമുക്ക് മാറ്റി വയ്ക്കാം. ലൈനിങ് തുണിയെ 4 ആക്കി മടക്കിയെടുക്കണം. മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും വരണം. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വിഡ്ത്ത് വൈസായിട്ടും പിന്നീട് ലെങ്ത് വൈസിലാണ് തുണി മടക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല തുണിയിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്ത് എടുത്താൽ മതി. എനിക്ക് വേണ്ട ലെങ്ത്ത് 48 ആണ്. അപ്പോൾ ഞാൻ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്യുന്നത് 45 ആണ്. താഴെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മേലെയുള്ള ഭാഗം കട്ടാകാതെ നമുക്ക് സ്ലീവിന് വേണ്ടി എടുക്കാൻ പറ്റും. 45 മാർക്ക് ചെയ്ത് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 48 ആണ് എനിക്ക് വേണ്ടത്. അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്ത് 45 ആണ് എടുത്തിരിക്കുന്നത്. മേൽഭാഗത്തെ പോർഷൻ നമുക്ക് സ്ലീവിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ. അവിടെ നിന്ന് താഴത്തേക്കും 7 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേലെ മാർക്ക് ചെയ്ത 7 ഇഞ്ച് തന്നെ താഴെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി ആ ലൈനിൽ തന്നെയാണ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ചെസ്റ്റ് വരുന്നത് 42 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4ൽ ഒരു ഭാഗം കാണണം, 10.5. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി ആഡ് ചെയ്യാം. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസായി എടുക്കേണ്ടതാണ്. ചെസ്റ്റ് സൈസ് ആണോ ബസ്റ്റ് സൈസ് ആണോ കൂടുതൽ എന്ന് നോക്കണം. എന്നിട്ട് ഏത് മെഷർമെൻ്റ് ആണോ കൂടുതൽ അതാണ് നമ്മൾ ചെസ്റ്റ് സൈസായി എടുക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അത് 14 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴത്തോട്ട് ആ ഒരു മാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് 13 എടുക്കാം. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ 15 വരെ എടുക്കാം. ശേഷം നമുക്ക് ആ ഭാഗത്തെ റൗണ്ട് നോക്കണം. 38 ആണ് ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൻ്റെ 4ൽ ഒരു ഭാഗം കാണാം 9.5. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസിനും 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൂട്ടേണ്ടതാണ്. ഷോൾഡറിൽ നിന്ന് ഹിപ്പ് ലെങ്ത്ത് 21 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഭാഗത്തെ റൗണ്ട് കാണണം 44 ആണ്. അപ്പോൾ അതിൻ്റെ 4ൽ ഒരു ഭാഗം 11. പിന്നെ നമ്മൾ ഇവിടെ സ്ലിറ്റിന് വേണ്ടി 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതല്ലാതെ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. അടിഭാഗത്തെ മാർക്കിങ്ങിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ചെസ്റ്റ് സൈസ് ആണോ ഹിപ്പ് സൈസ് ആണോ കൂടുതലെന്ന് നോക്കാം. എന്നിട്ട് ഏതാണോ കൂടുതൽ മെഷർമെൻറ്റ് അതാണ് ഇവിടെ നമ്മൾ താഴെ കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്ലിറ്റിന് വേണ്ടിയിട്ടും പിന്നെ എക്സ്ട്രാ 1 ഇഞ്ച് സ്ലിറ്റിൻ്റെ പെർഫെക്ഷനും വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ 11 ഇഞ്ചും കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ സ്ലിറ്റിന് വേണ്ടിയിട്ടും പിന്നെ എക്സ്ട്രാ സ്ലിറ്റിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് 1 ഇഞ്ചും അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും അടിഭാഗത്ത് തന്നെയാണ്. ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മേലേക്കാക്കി മാർക്ക് ചെയ്തത്. താഴെ തന്നെ മാർക്ക് ചെയ്ത് താഴെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മാർക്കിംഗ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് ഓരോ ജോയിൻറ്റിലും. നമുക്ക് അതിനൊന്ന് ചെറുതായി ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ കൊടുക്കാം. അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് ടൈമിൽ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി, നല്ല കേവ് പോലെ ആക്കി സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പിൽ നമ്മൾ ചുരിദാർ നിൽക്കുകയുള്ളൂ. അടുത്തതായിട്ട് ആം ഹോൾ മാർക്കിംഗ് ആണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും ആം ഹോള് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല. പക്ഷെ നെക്കിൻ്റെ വിടുത്ത് നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ 3.25 നെക്ക് വിടുത്ത് എടുക്കും. ഇനി ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അടുത്തതായി ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ആം ഹോൾ 7 ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 6.5 ആണ്. അതിൻ്റെ പകുതി, അതായത് 3.25 ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് നീങ്ങി ഒരു മാർക്കിംഗ് കൊടുക്കാം. അടുത്ത പോയിന്റ് വരുന്നത് ചെസ്റ്റിലേക്ക്. ഈ 3.25 നിന്ന് വേണം കർവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 3.25 നിന്ന് കർവ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെസ്റ്റിൽ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഈ 1.5 ഇഞ്ചിലൂടെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ആം ഹോൾ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുക. അത് ഒന്നും കൂടി കുഴിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് ഒട്ടും ചുളിവുകളില്ലാതെ തന്നെ വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ മേലെ നിന്ന് സ്റ്റിച്ചിങ്ങിന് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് വേണം കർവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന പോയിന്റ് 3.25, നേരത്തെ മാർക്ക് ചെയ്ത 3.25ന്റെ ഉൾഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം താഴ്ഭാഗത്തെ 3.25 ഉണ്ടല്ലോ, അതിന്റെ പകുതി എടുക്കുക, ഒരു 1.5 എടുക്കുക. അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്കിംഗ് എല്ലാം ജോയിൻ ചെയ്യുന്നത് ചെസ്റ്റ് സൈസിലേക്കാണ്. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ആകണം. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് സ്ലീവ് കിട്ടുകയുള്ളൂ. ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. 1-2 വട്ടം മാത്രമാണ് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യം വരികയുള്ളൂ. പിന്നെ നമുക്കത് ഈസിയായി കുഴിച്ച് വെട്ടാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ലീവ് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ 2 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ലൈനും കൊടുത്തിട്ടുണ്ട്, കട്ടിംഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതിൽ കട്ടിംഗ് ലൈനിലൂടെ മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലൈനിങ്ങിൽ എല്ലാ മെഷർമെൻറ്റും കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണിയിൽ ഈ ലൈനിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് നല്ല തുണിയെ നീളത്തിൽ മടക്കിയിടാം, അതായത് 2ആക്കി മടക്കിയിടാം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതൊരു പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഒരു ഭാഗത്തെ ഡിസൈൻ താഴേക്കും മറ്റേ ഭാഗത്തെ ഡിസൈൻ മേലേക്കുമായി പോകും. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ ഇലകൾ താഴത്തേക്കാണ് വരുന്നത്. കണ്ടില്ലേ? എല്ലാ റോസ് ഫ്ലവറിൻ്റെയും ഇലകൾ താഴേക്കാണ് വരുന്നത്. എന്നാലോ ഈ തുണിയെ നമ്മൾ തിരിച്ചിടുമ്പോൾ ബാക്ക് സൈഡിൽ വരുന്നത് കണ്ട, ഈ റോസ് ഫ്ലവറിൻ്റെ ഇലകൾ മേലേക്കായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ മേലെ നമ്മൾ മടക്കിയിട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ തുണിയെ കട്ട് ചെയ്തെടുക്കണം. അതായത് ഈ തുണിയെ നമ്മൾ രണ്ടായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ചെയ്താൽ നല്ലതാണ്. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തുണിയെ തിരിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് മെറ്റീരിയലിനെ രണ്ടായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഒരു പീസിനെ നമ്മൾ എടുത്തു മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ഡിസൈൻ ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തുണിയെ വീതിക്കും കൂടി മടക്കിയിടുക. അതായത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തുണിയെ നാലാക്കി മടക്കിയിടുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് പീസാണ്. നല്ല തുണിയുടെ മേലെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ലൈനിങ് വെച്ചു കൊടുക്കാൻ. മേൽഭാഗം നല്ല തുണിയും ലൈനിങ്ങും ഒരുപോലെ ചേർത്ത് വെക്കണം. സൈഡിൽ മാത്രമാണ് നമ്മൾ 1/2 ഇഞ്ച് വിട്ടു കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു കരുതലായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടുകൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടുകൊടുത്തു. അപ്പുറത്തെ സൈഡിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നും തന്നെ വിട്ടു കൊടുക്കണ്ട. ലൈനിങ് തുണിയുടെ ഒപ്പം തന്നെ നല്ല തുണിയും കട്ട് ചെയ്തെടുത്താൽ മതി. ലൈനിങ് നല്ല തുണിയേക്കാൾ ഒരു 3 ഇഞ്ചിന്റെ വ്യത്യാസം വരും. നമ്മൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ സൈഡിൽ 1/2 ഇഞ്ചിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അതല്ലാതെ ഒരു മാറ്റവും നല്ല തുണിയിൽ വരുത്തേണ്ടതില്ല. രണ്ടും ഒരുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ മേൽഭാഗത്ത് ലൈനിങ് തുണിയും നല്ല തുണിയും ഒരുപോലെ ഒരുമിച്ച് വെക്കുക. സൈഡിൽ, അതായത് സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ലൈനിങ് വെച്ചു കൊടുത്ത് നല്ല തുണിയെ ഒപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് പീസിലും നമുക്ക് വേറെ മാർക്കിംഗ് ഒന്നും വരുന്നില്ല. ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെ ഒരുപോലെ ഒരുമിച്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ മെഷർമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. സ്ലീവിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മളുടെ ഭാഗത്തേക്കും ഫോൾഡർ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. ആ ഭാഗമാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് തുണിയെ ലെവൽ ചെയ്തെടുക്കാം. പറഞ്ഞ പോലെ തന്നെ സ്ലീവിലെയും ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ലെങ്ത് ഞാൻ എടുക്കുന്നത് മാക്സിമം ലെങ്ത് എത്രയാണോ കിട്ടുന്നത് അത് എടുക്കുന്നുണ്ട്. 21 എനിക്കിവിടെ ലെങ്ത് കിട്ടുന്നത്. അത് തന്നെ രണ്ട് സൈഡിലും ഇല്ലെന്ന് നോക്കണം. ഇനി നമുക്ക് സ്ലീവിന്റെ സെന്റർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്യാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിലുള്ള വ്യത്യാസം കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്ലീവ് സാധാരണ ചെയ്യുന്ന പോലെ 4 മടക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡിസൈൻ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്താം. ഞാനിവിടെ മാക്സിമം ലെങ്ത് എടുക്കുന്നത് കൊണ്ടാണ് എക്സ്ട്രാ സീം അലവൻസ് ഒന്നും പറയാതെ ഇരുന്നത്. അതല്ലെങ്കിൽ നമ്മൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, ഇപ്പൊ 15 ഇഞ്ച് ആണെങ്കിൽ അതിന്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് കൂട്ടേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ കൈവണ്ണം അതല്ലെങ്കിൽ ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് 7 ആണ്. 7ന്റെ കൂടെ 3 കൂട്ടുക. 3 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്, അത് കൂട്ടണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 10 ആണ്. ഈ 10 ഇഞ്ചാണ് നമുക്ക് ഒരു ഭാഗത്ത് വേണ്ടത്. നമ്മളിപ്പോൾ തുണിയെ 2 ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 10, അതിന്റെ കൂടെ നമുക്ക് സീം അലവൻസ് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. 10. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് 3 കൂട്ടണ്ട, 2 കൂട്ടിയാൽ മതി. പിന്നെ കുറച്ചധികം തടിയുള്ളവർക്കാണെങ്കിൽ 3.5 ഒക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി നമ്മൾ താഴ്ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുട്ടികളാണെങ്കിൽ അവർക്കൊരു 3 ഇഞ്ചും കുറച്ച് തടിയുള്ളവർക്കാണെങ്കിൽ 4 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മളെ സ്ലീവിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ വിട്ടുകൊടുക്കണം. എന്നിട്ട് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. ഒന്നും കൂടിയും പറഞ്ഞു തരാം. നമ്മുടെ ബോഡി പാർട്ടിന്റെ ആം ഹോൾ എടുത്തിരിക്കുന്നത് 7 ആണ്. അതിന്റെ കൂടെ നമുക്കൊരു 3 കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10. ഈ 3 എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. അതിനുശേഷം താഴ്ഭാഗത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കോർണറിൽ നിന്നും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.5ൽ നിന്ന് 1 കുറച്ച് ഒരു 2.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് മേലെ നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോയി ഷേപ്പ് ചെയ്യരുത്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ പോയിന്റുകളെല്ലാം കൂടി യോജിപ്പിക്കുക. അപ്പം നമ്മളുടെ സ്ലീവ് റെഡിയാവും. അടുത്തതായിട്ട് വരുന്നത് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ടാണ്. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 11 ആണ്. അപ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് 5.5. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി 6.5 മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. സ്ലീവിന് ലൈനിങ് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു പീസാണ് ബാക്കി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് ലൈനിങ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ സ്ലീവ് വെച്ചിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി സെൻറ്റർ ഭാഗത്തായിട്ടൊരു നോച്ചിട്ട് കൊടുക്കുക.
അടുത്തതായിട്ട് സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടണം. ഒരു 3/4 ഇഞ്ചാണ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത്. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് കുഴിച്ചു വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ സ്ലീവിൻ്റെ ഒരു ഭാഗം നിവർത്തിയിടുക. അതിനുശേഷം ഏറ്റവും അടിഭാഗത്ത് വരുന്ന ഭാഗം ബാക്കിലേക്ക് തള്ളിയിടുക. ഇതുപോലെ ബാക്കിലേക്ക് തിരിച്ചിടുക. ഇപ്പോൾ 2 സ്ലീവും നിവർത്തിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ സെൻറ്ററിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് 1 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അടുത്ത മാർക്കിംഗ് വരുന്നത് താഴെ നിന്ന് മേലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ കുഴിച്ചു വെട്ടേണ്ടത്. മേലേന്ന് തുടങ്ങി പതുക്കെ പോന്ന് സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു 3/4 ഇഞ്ചിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 3/4 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ടും ഫ്രണ്ട് ഭാഗത്തെ പീസുകളാണ്. തെറ്റാതെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവും നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ ക്യാൻവാസ് എങ്ങനെ ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും ക്യാൻവാസിൽ എങ്ങനെ നെക്ക് കട്ട് ചെയ്യാനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ലൈനിങ് ചുരിദാറിൽ എങ്ങനെ ക്യാൻവാസ് നെക്ക് വെക്കാമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.